സഹോദരിയെ പൊരിച്ച് അലീന. അങ്ങനെ റീതാമ്മയുടെ കളികൾ ഓരോന്നായി തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ റീതാമ്മ തൻ്റെ സഹോദരിയുടെ മക്കളെ, അതായത് സ്റ്റാലിൻ്റെ മക്കളെ നല്ല രീതിയിൽ തന്നെ ചൂട് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവരാണെങ്കിൽ റീതാമ്മയുടെ കെണിയിൽ അവരറിയാതെ വീഴുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ മൂത്ത മകളുടെ മനസ്സിൽ നല്ല രീതിയിൽ പകയും വിദ്വേഷവും കുത്തിവെച്ച് നിറയ്ക്കുകയാണ് റീത്ത. കാരണം റീത്തയ്ക്ക് അധികാരം വേണം, സ്വത്ത് വേണം, സമ്പത്ത് വേണം. അതുമാത്രമാണ് റീത്തയുടെ ആവശ്യവും ആഗ്രഹവും. അതുകൊണ്ട് തന്നെ ആ സ്വത്തിന് വേണ്ടി തന്നെ റീത്ത സ്റ്റാലിന് നേരെ തിരിയുന്നത് എന്ന് കാണാൻ കഴിയും. സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു പ്രശ്നവും സ്റ്റാലിന് നേരെ താൻ ഉണ്ടാക്കില്ല എന്നും റീത്ത ശബ്ദമെടുക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം സ്വത്ത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം എൽസി ചോദിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകേണ്ടേ എന്നുള്ളൊരു കാര്യവും എൽസിയോട് റീത്ത പറഞ്ഞു വെക്കുന്നുണ്ട്. നീയും നിൻ്റെ മക്കളും വഴിയാധാരമാവാതിരിക്കാൻ വേണ്ടിയാണ് സ്വത്ത് എന്ന് റീത്ത പറഞ്ഞു വെക്കുന്നു. സത്യം പറഞ്ഞാൽ റീത്തയ്ക്ക് രാജാവിനെ പോലെ ജീവിക്കണം, കൂടാതെ തന്നെ ഭരണം നടത്തണം. അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമോ ഒന്നും തന്നെ ഇല്ല എന്ന് കാണാനായിട്ട് കഴിയും. അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമെല്ലാം കൈകടത്തി വെച്ചിരിക്കുന്നത് റീത്ത ഒരാളാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. റീത്ത ഇങ്ങനെ പെരുമാറുന്നതൊന്നും നമ്മുടെ മൂത്ത പെൺകുട്ടിക്ക് അത്ര വലിയ ഇഷ്ടമല്ലെങ്കിലും അമ്മ അനുസരിക്കുന്നത് കൊണ്ട് തന്നെ അവളും അനുസരിച്ച് നിൽക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ റീത്ത ഒരുപാട് തെറ്റുകൾ പറയുന്നുണ്ട് ചെയ്യാനൊക്കെ ആയിട്ടോ. അതായത് നിങ്ങൾ പപ്പയുടെ അടുത്ത് പോയി നിൽക്കണം, പപ്പയോട് സംസാരിക്കണം, പപ്പയെ വിളിക്കണം. അതും പറ്റിയില്ലെങ്കിൽ അവിടെ പോയി കുറച്ച് ദിവസം നിന്ന് ആ അലീന എന്ന പെൺകുട്ടിയെ എങ്ങനെയെങ്കിലുമൊക്കെ ഓട്ടിക്കണമെന്ന് പറയുന്നു. അവളൊരു രാക്ഷസിയാണെന്നും നിങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം അവൾ തട്ടിയെടുക്കുമെന്നും റീത്ത അവരെ പറഞ്ഞ് പറ്റിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ റീത്തയുടെ വാക്കുകളിലെ കാപട്യം അറിയാത്തവർ അതിൽ വീഴുന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ എൽസിയും മക്കളെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് വിടാനായിട്ട് പോകുമ്പോൾ നമ്മുടെ ഇളയ മകളാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പോവും, അവിടുത്തെ ചേച്ചിയെ നല്ല ചേച്ചിയാ, എൻ്റെ ചേച്ചിയാ എന്ന് പറയുമ്പോൾ ടെസ നീ മിണ്ടാതെ നിന്നോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നീ ആവശ്യമില്ലാതെ അവളെ ചേച്ചിന്നൊന്നും വിളിക്കേണ്ടായെന്ന് റീത്ത പറയുമ്പോൾ ഇല്ല അതെൻ്റെ ചേച്ചി തന്നെയാണ്, എനിക്ക് എൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ എൻ്റെ ചേച്ചിയാ അത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. ഒരു സൈഡിൽ ടെസ ഇങ്ങനെ തുടങ്ങുമ്പോൾ മറു സൈഡിൽ റീത്ത അലീനയ്ക്കെതിരെ യുദ്ധം തുടങ്ങുമ്പോൾ ഒരു സൈഡിൽ നമ്മുടെ മൂത്ത മകളും അലീനയെ പുറത്താക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എത്രമാത്രം അത് നടക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല പ്രേക്ഷകരെ. എന്തായാലും അത് നടക്കുമെന്നുള്ളത് സുനിശ്ചിതം തന്നെയാണ് എന്ന് കാണാൻ കഴിയും. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ അലീനയെ പുറത്താക്കണമല്ലോ. ഇതിനിടയിൽ സ്റ്റാലിനാണെങ്കിൽ സ്വത്തുക്കളൊക്കെ അലീനയുടെ പേരിൽ എഴുതി വെച്ചാൽ ആകെ കുടുങ്ങുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അലീനയുടെ പേര് ആ സ്റ്റാലിൻ്റെ ഭവനത്തിൽ നിന്നും വെട്ടണമെന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ നമ്മുടെ റീത്തയുടെ ഐഡിയയാണ്. അങ്ങനെ സ്റ്റാലിൻ്റെ മകൾ വർഷങ്ങൾക്ക് ശേഷം അലീനയെ കാണാനായിട്ട്, അതായത് സ്റ്റാലിൻ്റെ കാണാനും അലീനയെ കാണാനുമായിട്ട് സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് വന്നെത്തുകയാണ് എന്ന് കാണാൻ സാധിക്കും.
ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി മകളെ കാണുന്ന സന്തോഷമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. കാരണം മക്കൾക്ക് അപ്പനെ ആവശ്യമില്ല എന്ന് അവർ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് അതുകൊണ്ടാണല്ലോ റീത്ത അമ്മയുടെയും വാക്ക് കേട്ട് പപ്പയെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാലിനാണെങ്കിൽ തൻ്റെ മക്കളോട് വലിയ മതിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് കാണാം. കാരണം മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വെറുതെ കറങ്ങുന്ന, അവർ വലിക്കുന്ന നൂലിൻ്റെ ഒപ്പം പോകുന്ന വ്യക്തികൾ, അത്രയൊരു മതിപ്പേ ഉള്ളൂ. അതൊക്കെ തന്നെയാണ് സ്റ്റാലിൻ്റെ മനസ്സിൽ മക്കളോടുള്ള സ്നേഹം ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് കാണാം. കാരണം എത്ര സ്നേഹിച്ചിട്ടും മക്കൾ തള്ളിപ്പറഞ്ഞൊരപ്പൻ്റെ വേദന അത് കാണേണ്ട കാഴ്ച തന്നെയാണല്ലോ. ഇതേ സമയം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, എന്തിനു വന്നു, എന്താവശ്യത്തിന് വന്നു, എന്ത് കാര്യത്തിന് വന്നു എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. അപ്പോഴാണെങ്കിൽ നമ്മുടെ മൂത്ത മകൾ പറയുന്നുണ്ട്, ഞാൻ അപ്പനെ കാണാനായിട്ട് വന്നതാണെന്ന്. ഇത്രയും നാൾ ഈ പപ്പ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ നീയൊന്നും ഈ ഏരിയയിലേക്ക് കടന്നു വന്നിട്ടില്ലല്ലോ. സത്യം പറഞ്ഞോ, നിങ്ങളുടെ പിന്നിൽ ആരാണ്? നിങ്ങളെ ആ റീത്ത പറഞ്ഞു വിട്ടതല്ലേ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ പപ്പ അത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മേൽ എനിക്ക് നല്ല സംശയമുണ്ട്. നിങ്ങൾ അലീനയെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊരു സംശയവും എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ പപ്പയ്ക്കിപ്പോൾ അലീനയെ മതിയല്ലോ, ഞങ്ങൾ വേണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അത് പിന്നെ നിങ്ങളല്ലേ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത്. എനിക്ക് പിന്നെ ജീവിക്കാനായിട്ട് എൻ്റെ മകളിപ്പോൾ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതം എന്താണെന്ന് അറിഞ്ഞ് തുടങ്ങിയത് തന്നെ. അതുകൊണ്ട് തന്നെ എൻ്റെ മകളെ എനിക്ക് ആരുടെ വാക്ക് കേട്ടും പുറത്താക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം പപ്പ, ഞങ്ങൾ വേണ്ടേ പപ്പയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളല്ലേ എന്നെ ഉപേക്ഷിച്ചത് എന്ന് സ്റ്റാൻലി പറയുന്നു. അപ്പോഴേക്കും ശബ്ദം കേട്ടുകൊണ്ട് അലീന അവിടേക്ക് എത്തുന്നു. അലീനയോട് കയർത്ത് സംസാരിക്കുമ്പോൾ അലീനയാണെങ്കിൽ ആദ്യം കേട്ടു നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് കണക്കിന് കൊടുക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. പപ്പയെ തനിച്ചാക്കി, പപ്പയെ ഒറ്റപ്പെടുത്തി, പപ്പയെ ദ്രോഹിച്ചതിനുള്ള ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ അലീന സഹോദരിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ.